കാരണം നിങ്ങൾക്കറിയാം, നാഷണൽ സെക്യൂരിറ്റിയുടെ പ്രശ്നത്തിൻ്റെ പേരിലാണ് പല ചൈനീസ് ആപ്പുകളും ചൈനീസ് ബ്രൗസറും പല ടെക്നോളജി സംഭവങ്ങളും കമ്പനികളെ ഇന്ത്യ വിലക്കിയത്. ഉണ്ടായ സംഭവം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ വിലക്കി. അത് തുടങ്ങിയത് ഇന്ത്യയിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, ടിക്ടോക്കുമായിട്ടുള്ള പ്രശ്നം ആദ്യം അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഇന്ത്യയാണ്. പിന്നീടാണ് അമേരിക്ക ആണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ക്വസ്റ്റ്യനായി അതിനെ വിലക്കി. അതായത് മുഴുവനും ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അതാണ് ഞാൻ പറയുന്ന ജിയോ പൊളിറ്റിക്സ് മുഴുവനും മാറി. എന്തുകൊണ്ടാണ് ഇതൊരു പാകിസ്ഥാൻ്റെ പുറകെ നടക്കുന്നത്? എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ പറ്റി പറയുന്നത്? അതേപോലെ തന്നെ ബംഗ്ലാദേശുമായിട്ട് നല്ല കരാറിൽ ഇന്ത്യ വരണം. അതായത് ഇപ്പോഴത്തെ രീതിയിൽ പോകാൻ പാടില്ല. അതായത് ചൈന ഒരു ബിഗ് ബ്രദറിൻ്റെ റോളിലോട്ട് പോകുന്നു. ഇതാണ് ഉണ്ടായത്. എന്തുവാ കാരണം? ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇതുമായിട്ട് ഏകദേശം 10,000 കിലോമീറ്റർ ബോർഡറാണ് ഇന്ത്യയുടെ. ഇങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കംപ്ലീറ്റ് അതായത് ഇന്ത്യയുടെ ഡിപ്ലോമസി എന്ന് പറയുന്നത് മുഴുവന് യു ടേൺ അടിച്ചു. ഇതിലോട്ടാണ് കാര്യം പോകുന്നത്. പക്ഷെ ഇത്ര ഡീപ്പായിട്ട് ഇത് പോയിട്ട് ഇന്ത്യക്ക് എന്ത് പ്രയോജനം കിട്ടുമെന്നുള്ളത് വരാനുള്ള സമയം പറയും.